ഗുരുത്വമില്ലാതെ നമുക്ക് മനുഷ്യത്വം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. എല്ലാ സനാതന ധർമ്മവിശ്വാസികളും ഗുരുപൂർണിമയിലേക്ക് പ്രവേശിക്കുകയാണ്. ആഷാഢമാസത്തിലെ പൗർണമി നാളിലാണ് ഗുരുപൂർണിമ ആചരിക്കുന്നത്. പൗരാണിക കാലം മുതൽ ഋഷി പരമ്പരകൾ ആചരിച്ചു വരുന്ന ഒരു വിശേഷ അനുഷ്ഠാനമാണ് ഗുരുപൂജ, ഗുരുദക്ഷിണ. ഗുരുത്വമില്ലാതെ നമുക്ക് മനുഷ്യത്വം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അതിന് പ്രത്യക്ഷമായ ഒരു ഗുരു നമ്മുടെ മുമ്പിൽ വേണം. അവതാരമെടുത്ത ശ്രീകൃഷ്ണ പരമാത്മാവിനും സാന്ദീപനി മഹർഷി പ്രത്യക്ഷ ഗുരുവായിട്ട് ഉണ്ടായിരുന്നു. മനുഷ്യരൂപത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സ്നേഹം ആണ്, നന്മയാണ്. സ്നേഹവും നന്മയുമുള്ള മനുഷ്യനാവണമെങ്കിൽ അവന് സംസ്കാരം വേണം. സംസ്കാരം എന്നുള്ളത് ശീലമില്ലെങ്കിൽ അത് ശീലിപ്പിച്ചെടുക്കാൻ ചില അഭ്യാസങ്ങൾ വേണ്ടിവരും. ഉദാഹരണത്തിന്, ഒരു കൊച്ചുകുട്ടിയോട് രാവിലെ കഴിക്കാൻ വരാൻ പറഞ്ഞാൽ ഓടി വരും. പല്ല് തേച്ചിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. ക്ഷമ പറയും, പല്ല് തേച്ചിട്ട് വന്നാൽ രാവിലെ എന്തെങ്കിലും തരൂ. അപ്പോൾ അത് ശീലമായി മാറി. അങ്ങനെ ഓരോ കാര്യവും ശീലമില്ലാത്തത് ചൂണ്ടിക്കാണിച്ച് ആദ്യത്തെ ഗുരു അമ്മയാണ്, പ്രത്യക്ഷമായ ഗുരു. അമ്മയിൽ നിന്ന് പഠിക്കുന്നതപ്പുറം ഒന്നും പഠിക്കാൻ നമുക്ക് ലോകത്ത് കിട്ടില്ല. അതുകൊണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട്. ഗുരു പൂർണിമ ദിവസത്തിൽ ഗുരുവിനെ നമ്മൾ സമർപ്പണം ചെയ്യണം. ആരാണ് ഗുരു? കുലദേവത ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. സംസ്കാര സമ്പന്നമുള്ള ഒരു സമൂഹത്തിൽ ഒരു കുലദേവതയുണ്ടാവും, അല്ലെങ്കിൽ കുടുംബദേവതയുണ്ടാവും. ഒരുപക്ഷെ ഇന്നത്തെ ആധുനികതയിൽ നമ്മൾ പുരോഗതി കൈവരിച്ച് ലോകത്തെ മുഴുവൻ നമ്മുടെ കൈവെള്ളയിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും കേൾവി ആയിട്ടുണ്ടാവില്ല. എന്നാലും നമുക്കുണ്ട്. ആ ദേവതയുടെ മുമ്പിൽ ഗുരു സ്വരൂപത്തിൽ ദേവതയെ ശരണം പ്രാപിച്ച് നമ്മളുടെ മുഴുവൻ നിയന്ത്രണം, നമ്മൾ ജനിച്ചത് ആയിട്ടാണ്, നമ്മൾ ജനിച്ചത് എന്തിനാണ്, ഇനി എങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഒരു മാനുവൽ ഉണ്ടാകും. ഏതൊരു പ്രൊഡക്റ്റിനും ഒരു മാനുവലുണ്ട്, മനുഷ്യനുമുണ്ട്. ആ മാനുവൽ നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ മാനുവൽ. അതുകൊണ്ട് പലരും ഒരു ഘട്ടം കഴിഞ്ഞാൽ എങ്ങും എത്താതെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് സുല്ല് പറയുന്ന ഒരവസ്ഥ വരും. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഗുരുവിൻ്റെയൊക്കെ ആവശ്യം. പറഞ്ഞാൽ മനസ്സിലാവുന്നത്, കുലദേവതകളെ കുറിച്ചും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതുവരെ ഇതൊരു കെട്ടുകഥകളും നാലാളുടെ മുമ്പിൽ വീണ്ടും ആവർത്തിച്ച് പറയാൻ ചില പോയിന്റ്സ് മാത്രമായിരിക്കും ഇതെല്ലാം. എന്തായാലും ഗുരുവിലേക്ക് വരാം. രാമായണത്തിൽ ഗുരു പരമ്പരയെ വർണ്ണിക്കുന്നു. വിഷ്ണു ജോൽഭുവ സുത നന്ദന പുത്രൻ വ്യാസൻ, വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട പുരാണകർത്താവിനെ വണങ്ങുന്നേ എന്നാണ് പറയുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവിൽ നിന്ന് 5ാമത്തെ തലമുറയായി ജനിച്ച ആളാണ് വേദവ്യാസൻ. വിഷ്ണു ജോൽഭുവ സുത നന്ദന പുത്രൻ, പരാശരമുനിയുടെ മകനായിട്ട് വന്നു. ആ വ്യാസനിൽ നിന്ന് വീണ്ടും ശ്രീ ശുഖബ്രഹ്മ മഹർഷി അദ്ദേഹത്തിൻ്റെ മകനും ശിഷ്യനുമായിരുന്നു. അവിടുന്ന് ഗോവിന്ദപാദർ, ഗൗഡപാദർ, ശങ്കരാചാര്യർ, ശങ്കരാചാര്യരുടെ 4 ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരുടെ ഭാരതത്തിൽ 4 അതിർത്തിയിലും ആശ്രമങ്ങൾ സ്ഥാപിച്ച് 4 വേദങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ദശമാമി സമ്പ്രദായത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ചിദാനന്ദപുരി സ്വാമികളെ പോലെയുള്ള സന്യാസി വര്യന്മാർ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി പ്രവഹിക്കുന്ന ഒരു ജ്ഞാനപ്രവാഹ സ്രോതസ്സുണ്ട്. അതിനെയാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം എന്ന ശ്ലോകത്തിലൂടെ ഈ ചില സന്യാസിമാരൊക്കെ പാടുന്നത്. ഇതെന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ജീവിക്കുന്ന തൊട്ടു മുമ്പിലുള്ള ദേവതകളുടെ മുമ്പിൽ വരെയുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഗുരുവായ അമ്മ വരെ എത്തി നിൽക്കുന്ന ഈ ജ്ഞാനപ്രവാഹത്തെ ടോട്ടൽ ഒരു സ്മരണ, പൊതുവായ സ്മരണയാണ് ഗുരുപൂർണിമ.
അപ്പം അങ്ങനെ ചെയ്താൽ നമ്മുടെ കൺട്രോൾ പാശാങ്കുശം എന്ന് പറയും, ഭഗവാന്റെ ഭഗവതിയുടെ ഒക്കെ കയ്യിലിരിക്കും. കയറും തോട്ടിയിടണം നമ്മൾക്കൊരു കൺട്രോൾ കിട്ടണം. വൈൽഡ് ലൈഫായിട്ടുള്ള ആന, വൈൽഡ് ലൈഫാണ് അവരുടെ, വന്യജീവിയാണ്. അതിനെ ചട്ടം പഠിപ്പിച്ച് ഒരു തോട്ടിയുടെ മുമ്പിൽ നിർത്തുമ്പോഴാണ് രാമേന്ദ്രനും രാജനും ഒക്കെ ഗംഭീരനാകുന്നത്, ജനങ്ങൾക്ക് സ്വീകരണം കൊടുക്കുന്നത്. കാട്ടാന ഇറങ്ങി വന്നാൽ മൊബൈലും ഉണ്ടാവില്ല, സെൽഫി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇട്ടിട്ട് ഓടും. അപ്പോൾ ഒരു കൺട്രോളോടുകൂടി നിയന്ത്രിക്കുമ്പോൾ ഭഗവാനെ വണങ്ങാൻ പഠിക്കുന്നു, തിടമ്പേറ്റുമ്പോഴുള്ള ആ സന്തോഷം, ഭക്തന്മാര് ആർത്തു വിളിക്കുമ്പോൾ അത് ആസ്വദിക്കുന്നു, അവരോടൊപ്പം ലയിക്കുന്നു. ഇതെല്ലാം ശിക്ഷണത്തിലൂടെ ഒരു വന്യജീവിയെ പഠിപ്പിച്ചുവെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിശാലിയായ മനുഷ്യൻ, മൃഗീയമായി എന്ന് പറയുമ്പോൾ പോലും മൃഗങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന കൊള്ളരുതായക ചെയ്യുന്നവർ, അവർക്ക് നന്നായി കൂടെ. അതിനാണ് ഗുരു. അതുകൊണ്ട് ഗുരു പരമ്പരയെ നമ്മൾ ആദരിക്കണം. ഇൻബിൽട്ടായി നമുക്ക് ജനിക്കുമ്പോൾ ശുദ്ധശൂന്യമായ ഒരു മനസ്സ്, സോഫ്റ്റ്വെയർ ഒന്നുമില്ല, ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ. അതിൽ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ആ ജന്മം മുഴുവൻ മുന്നോട്ട് പോകും. അതിൽ ഒരു ഘടകത്തിനും തോൽപ്പിക്കാനാവില്ല ആ ജന്മത്തെ വിചാരിച്ചാൽ. ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്നാൽ ജനിക്കുന്ന കുലം, ശിക്ഷണം, ജീവിത സാഹചര്യം, സ്വഭാവം, ഇതനുസരിച്ചിട്ടാണ് മനുഷ്യൻ്റെ വിജയവും ഭാവിയും നിർണ്ണയിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, DNA കുറവ് കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ശരിയാണ് എന്ന് കേട്ടിരുന്ന ആൾ പറയാൻ പറ്റിയോ? ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം. കാരണം ഓരോ ജനിതകത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷെ വളർന്നു വരണമെങ്കിൽ പരിശ്രമം ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാത്സിന് അല്പം വീക്കാണെങ്കിൽ എന്ത് ചെയ്യും? ട്യൂഷന് പോകും. ഫിസിക്സ് ഒന്നും മനസ്സിലാവുന്നില്ല, അത് ബോധ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് DNA കുറവാന്ന് പറയാനിരിക്കല്ല, ഇപ്പം ട്യൂഷന് പോകും. അതുപോലെ പുരാണത്തിലൊരാളുണ്ടായിരുന്നു, മഹാഭാരതത്തിൽ. കെട്ടുകഥകളായിരിക്കാം, എന്നാൽ ഏകലവ്യൻ ദ്രോണരുടെ ശിഷ്യനാണ്, നേരിട്ടല്ല. അറിയാം എന്തൊക്കെയാണ്, ദളിതനാണ്, ഇറക്കി വിട്ടപ്പെട്ടവനാണ്, എല്ലാമാണ്. പക്ഷെ ദ്രോണർ എന്ന ആ മഹാമനുഷ്യൻ 18 അക്ഷൗണികളും പ്രയോഗിക്കപ്പെട്ടത് ദ്രോണർ പഠിപ്പിച്ച വിദ്യ കൊണ്ടാണ്. അന്നത്തെ ഗുരു ദ്രോണരാണ്. പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തും ഉണ്ടായിരുന്ന എല്ലാ യോദ്ധാക്കളും എല്ലാ ശാസ്ത്രവും പഠിച്ചത് ഈ ദ്രോണരിൽ നിന്നാണ്. ആ ദ്രോണരെ ശിഷ്യനായി സ്വീകരിച്ച ഏകലവ്യന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അർജുനന് വിസ്മയമുണ്ടാക്കി. അർജുനന്റെ സ്വഭാവത്തിൽ അസൂയൊന്നുമില്ല, വിസ്മയമുണ്ടാക്കി. കാരണം 7 അമ്പുകൾ ഒന്ന് കുറച്ച് വായ അടയ്ക്കുന്നതിന് മുമ്പ് നായയുടെ വായിൽ എയ്തു കൊള്ളിച്ചു. ഒരു തുള്ളി ചോര വന്നില്ല, നായ മരിച്ചില്ല. 7 അമ്പുകളാണ് വായി കയറിയത്, ബ്രെഡ് മടക്കിയതല്ല. ഒന്നിനു പുറകെ ഒന്നായി അസ്ത്രങ്ങൾ ചെയ്തു. അപ്പൊ കരവേഗം, നായ കുരയ്ക്കുന്നതിൻ്റെ ഫ്രീക്വൻസി മെഷർമെന്റ്, ഇതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആക്കണമെങ്കിൽ എത്ര കമ്പ്യൂട്ടർ ഇരുന്നാലാണ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ആയുധങ്ങളെല്ലാം ഉണ്ട്, തെരഞ്ഞു പിടിച്ച് പൊട്ടിച്ചിട്ട് തിരിച്ചു വരുന്ന ആയുധങ്ങൾ വരെ നമുക്കുണ്ട്. ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് ഒരു ഈ പറഞ്ഞ DNA മോശക്കാരനായെന്ന് പറഞ്ഞവൻ ഏകലവ്യൻ അയാൾ ചെയ്തുവെങ്കിൽ അയാളുടെ പരിശ്രമം ഒരു ഗുരുവിനോടുള്ള ഭക്തിയോടുകൂടി ചെയ്യാൻ സാധിച്ചു. ഈ 21-ാം നൂറ്റാണ്ടിൽ പഴഞ്ചൻ സ്വീകരിക്കണോ എന്നുള്ള ചോദ്യത്തിന് എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഒരു മനോഭാവമാണ്. ഏകലവ്യൻ വിജയിച്ചതിന് ഒരു കാരണം അയാൾക്ക് ഇത് നേടണം എന്നുള്ള മനോഭാവമാണ്. ആ മനോഭാവത്തെ നമ്മൾക്ക് ആവിഷ്കരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ആ ആവിഷ്കരണമാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയാണ് ദേവി. നമുക്കറിവില്ലാത്തൊരു കാര്യം ആദ്യം നമുക്ക് വേണ്ടത് വേണം എന്ന തോന്നലാണ്, ഇച്ഛ. വേണം എന്ന തോന്നലിൽ വേണ്ടതെല്ലാം ആർജിക്കാനുള്ള കഴിവ് നമ്മൾ എടുക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. എബിലിറ്റി, വാഹനം ഓടിക്കണമെങ്കിൽ എബിലിറ്റി
കൈ തെളിയണം, ക്ലച്ചും ഗിയറും എല്ലാം മാറ്റി ഉപയോഗിക്കണം. എന്തൊക്കെയാണ് ഓട്ടോമാറ്റിക് ഗിയർ ആണെങ്കിലും സ്റ്റിയറിംഗ് ബാലൻസ് എങ്കിലും വേണം. സമയത്ത് ബ്രേക്ക് ഓട്ടാനുള്ള സെൻസ് വേണം. അതെല്ലാം പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ലൈസൻസ് കിട്ടുക. ആ ലൈസൻസിന് അപ്പുറമാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമ്മൾ വാങ്ങിയ വാഹനം കൊണ്ട് ലോകം മുഴുവൻ സ്വപ്നസഞ്ചാരി എന്നതിന് പകരം യഥാർത്ഥമായ സഞ്ചാരത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അറിവിനനുസരിച്ചിട്ട് നമ്മൾ നേടിയ ഗുണം കൊണ്ട് അത് പ്രാക്ടിക്കലാകുന്നു, കർമ്മത്തിലേക്കാണ്. അന്ന് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായിട്ട് മാറും. അതുകൊണ്ട് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു മഹേശ്വരൻ. ബ്രഹ്മാവാണ്. സൃഷ്ടി നടക്കുന്നത് മനസ്സിലാണ്. അത് സ്ഥിതി ചെയ്യേണ്ടതും നമ്മളുടെ വിജിഗീഷു മനോഭാവം, അല്ലെങ്കിൽ ഞാൻ വിജയിക്കും, ഞാൻ സക്സസ് ആവും എന്നുള്ള ഉറച്ച ഭാവം. 3, ഇതിനെയെല്ലാം വിഘാതം സൃഷ്ടിക്കുന്നതിനെ നമ്മൾ നശിപ്പിക്കണം. സംഹാരം നമ്മളെ തന്നെയല്ല. പിന്നെ തിരോഭാവമുണ്ട്, അനുഗ്രഹമുണ്ട്. പഞ്ചകൃത്യപരായണ എന്ന ദേവിയുടെ നാമത്തിൽ പറയുന്നത് സൃഷ്ടി സ്ഥിതി നമുക്ക് വേണ്ടാത്ത സംഹാരിച്ച് വീണ്ടും നമ്മൾ സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ കിട്ടുന്ന അനുഗ്രഹം, അതിന് നമുക്ക് കുലദേവതയുടെ അനുഗ്രഹമാണ് വേണ്ടത്. വേറെ എത്ര ഉലകം ചുറ്റിയാലും പെറ്റമ്മയെ പട്ടിണിക്കിട്ട് മദാമയെ പരിപോഷിപ്പിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് മാറി പെറ്റമ്മയെ തന്നെ പോറ്റമ്മയെ തന്നെ പരിപാലിച്ചാൽ എല്ലാ വിജയവും ഉണ്ടാകും. അതുകൊണ്ട് ഗുരുപൂർണിമ വെറ്റിലയും അടക്കയും വെച്ച് ദക്ഷിണ വെച്ച് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു അനുഷ്ഠാനം ചെയ്തിട്ടില്ല എങ്കിൽ കുടുംബം ഒരുമിച്ച് വന്നു രാമമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിലവിളക്ക് വെച്ച് ഗുരുവായി കണ്ട് കുലദേവതയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദേവി തുണ, ഇതാണ് അവസ്ഥ, ഇനി അങ്ങോട്ട് എന്തെന്നറിയില്ല, എൻ്റെ കൺട്രോൾ ഞാൻ ദേവിയെ ഏൽപ്പിക്കുകയാണ്, എന്ത് ചെയ്യണം? ഒരു ജാള്യതയും ഈഗോയും ഇല്ലാതെ ശുദ്ധ സാത്വിക സ്നേഹത്തോടുകൂടി മഹാദേവിയെ അങ്ങ് കുമ്പിടാം. എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ.